കിയ എന്ന് പറയുന്ന ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു മോഡലായിരുന്നു സെൽട്ടോസ്. ഇപ്പോൾ ഇതാ സെൽട്ടോസിൻ്റെ 2026 മോഡൽ എഡിഷൻ വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന മോഡലിനേക്കാളും 30 മില്ലിമീറ്റർ വൈഡറാണ്, 80 മില്ലിമീറ്റർ ലോങ് വീൽ ബേസ് ഉണ്ട്, പുതിയ ഫേസ് ആണ്, ഒരുപാട് ചേഞ്ചസും കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ് ഈ ഒരു ഗ്രില്ലിൻ്റെ കാര്യത്തിലാണ് എന്ന് പറയാം. ഈ ഫേസ് എവിടേക്കോ കണ്ട പോലെ എനിക്ക് വളരെ പെട്ടെന്ന് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സാധാരണഗതിയിൽ ഇതൊരു ടൈഗർ ഫേസ് ഗ്രിൽ എന്നാണ് പറയുക, പക്ഷേ ഇപ്രാവശ്യം ഇവർ പറയുന്നത് ഡിജിറ്റൽ ടൈഗർ ഫേസ് ഗ്രിൽ എന്നാണ്. ആ തരത്തിൽ ഇതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഹെഡ് ലാമ്പ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ഹെഡ് ലാമ്പ് യൂണിറ്റാണ്, ഇവിടെ കാണാൻ പറ്റും. അത് ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിൽ ഇതൊരു DRL ഫംഗ്ഷൻ, ഇവിടെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെയും നമുക്കൊരു DRL യൂണിറ്റ് കാണാം. പരസ്പരം കണക്റ്റിംഗ് ആയിട്ടുള്ള DRL യൂണിറ്റ് തൽക്കാലം ഇപ്രാവശ്യം ഒരു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ബമ്പർ സൈഡിലേക്ക് വരാം. ഇവിടെയാണ് ഫോഗ് ലാമ്പ് ഹൗസിംഗ് കൊടുത്തേക്കുന്നത്. അതൊരു ബോഡി കളർ പാറ്റേൺ, അതിനൊരു പിയാനോ ബ്ലാക്ക് കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫോഗ് ലാമ്പ് വരുന്നത്. ലിപ്പ് ഒരു ഗൺ മെറ്റാലിക് കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ബമ്പറിൻ്റെ ഭാഗത്ത് അതായത് എയർ ഡാമിലേക്ക് വരുമ്പോൾ അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. 28+ അഡാസ് ഫീച്ചേഴ്സ്, പാർക്കിംഗ് സെൻസേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് മൊത്തത്തിൽ റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 30 മില്ലിമീറ്റർ വൈഡർ ആക്കിയിട്ടുണ്ട് ഇത്തവണ എന്നുള്ളതും മുന്നിൽ നിന്ന് നോക്കുന്ന സമയത്ത് മോർ ബോൾഡറായി തോന്നിക്കും. ഇനി നമ്മൾ സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് EV6 എവിടേക്കോ ഒരു ക്യാരക്ടർ ലൈൻ ടച്ചസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സെൽട്ടോസിൻ്റെ എലമെൻറ്റുകളും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ 18 ഇഞ്ച് വീലുകളാണ് വരുന്നത്. അതിനകത്തുള്ള ആ ഒരു അലോയ് പാറ്റേണൊക്കെ നല്ല രസമുണ്ട്. ഒരു MRF ടയറാണ്. ഒരു വീൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ രസമുണ്ട്. അവിടെ ഒരു പാർക്കിംഗ് സെൻസർ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ക്ലാഡിങ് കംപ്ലീറ്റ്ലി പിയാനോ ബ്ലാക്ക് എലമെൻറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് ബാക്കിലേക്കും കൂടി കയറി നിൽക്കുന്നു. ബമ്പറിൽ അത് കാണിച്ച് അതേപോലെ തന്നെ ഇവിടെ ഒരു ബോഡി കളർ എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഗ്രാഫിക്കൽ വെറൈറ്റി ഒക്കെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സൈഡ് വ്യൂ മിറർ കാണാം. അതിനകത്ത് ക്യാമറ കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനും കാര്യങ്ങളും വാണിങ്ങും അങ്ങനത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിനകത്തും വരുന്നുണ്ട് എന്നുള്ളതാണ്. വേണ്ടോ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് പാറ്റേണും നല്ല രസമുണ്ട്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റ് കൊടുത്തിട്ട് അതിനങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്തുന്നു. അപ്പോൾ തന്നെ ഇതൊരു ഇൻഫിനിറ്റി ഗ്ലാസ് ഏരിയ പോലെ ഫീൽ ചെയ്യുന്നു. ആക്ച്വലി ഇതൊരു ഗ്ലാസും ഇത് പിയാനോ ബ്ലാക്കുമാണ്. ബട്ട് അത് രസമുണ്ട് കാണാൻ, നല്ലൊരു വ്യത്യസ്തത ഫീൽ ചെയ്യിക്കുന്നു. സൈഡിൽ നിന്ന് ആ ഒരു ക്യാരക്ടർ ലൈനൊക്കെ നല്ല രസമുണ്ട്. എനിക്ക് ഈ ഒരു ആംഗിൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്. ഓക്കെ, റിയർ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ പരസ്പരം കണക്റ്റിംഗ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാർ ലൈറ്റ് ടെയിൽ ലാമ്പ് യൂണിറ്റ് ഇവിടെയും കാണാം. അതിന് സ്റ്റാർ ലൈറ്റ് ടെയിൽ ലാമ്പ് വിളിക്കുന്നത്. സ്റ്റാർ ലൈറ്റ് പോലെയാണ് കത്തുക എന്നുള്ളതാണ് ചുരുക്കം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഹൗസിംഗ് യൂണിറ്റ് കാണാം. അതിനകത്താണ് നമ്മൾ റിഫ്ലക്ഷൻ യൂണിറ്റും കാര്യങ്ങളും കൊടുത്തുള്ളത്. GT ലൈൻ ബാഡ്ജിങ് കാണാം, കിയയുടെ ബാഡ്ജിങ് കാണാം, 360 ഡിഗ്രി ക്യാമറവിൻ്റെ ക്യാമറ കാണാം, സെൽട്ടോസ് എന്ന് പറഞ്ഞ ലെറ്ററിങ് കാണാം. ഇത് കുറച്ചും കൂടി അല്ലേ ഒരു വൈഡർ ഫീൽ ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബമ്പർ യൂണിറ്റ് കംപ്ലീറ്റ്ലി പിയാനോ ബ്ലാക്ക് എലമെൻറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം വരുന്ന ഭാഗത്താണ് എക്സോസ്റ്റ് ഉള്ളത്. കണ്ടോ, അങ്ങനെയാണ് ക്രമീകരിച്ചുള്ളത്. എന്താ തോന്നുന്നു ഈ ഒരു റിയർ പ്രൊഫൈൽ ഇങ്ങനെ കാണുന്ന സമയത്ത്. ഇനി ബൂട്ട് സ്പേസിലേക്ക് വരാം. ബൂട്ട് സ്പേസിലേക്ക് വരുന്ന സമയത്ത് 444 ലിറ്ററോളം ഒക്കെയാണ് ബോട്ട് കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട്, മഞ്ഞ ലാമ്പും കൊടുത്തിട്ടുണ്ട്. വെള്ളമാക്കായിരുന്നു. മാനുവലി ഓപ്പറേറ്റിംഗ് ആണ്. ഇവിടെ ലാമ്പ് കാണാം, അത് നമ്പർ പ്ലേറ്റിലേക്കുള്ള ലാമ്പാണ്. ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണാം. അതുപോലെ ഒരു ഷാർഫിൻ ആൻറ്റിന, മുകളിൽ സൺറൂഫിൻ്റെ ഭാഗവും കാണാം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അകത്തുനിന്ന് കാണിക്കാം. ഇൻറ്റീരിയറിലേക്ക് പോകുന്നതിന് മുമ്പ് ഇൻവോൾവിൻ്റെ ഒരു വ്യത്യസ്തമായ മറ്റൊരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം. ഇത് ആക്ച്വലി നമ്മൾ കാറിന് തൂക്കിയിട്ടിട്ട് അതിനകത്ത് സ്പ്രേ ചെയ്യുന്ന മോഡലാണ്. പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇൻവോൾവിൻ്റെ ഭാഗത്തുനിന്ന് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇത്. അപ്പോൾ ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ട നല്ലൊരു പ്രൊഡക്റ്റാണ്. സോ അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡലുകൾ അവൈലബിൾ ആണെന്ന് കാണിക്കാനാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത്. സോ അവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങാം കേട്ടോ. ഇനി നമ്മൾ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വന്നുള്ളത്. അതിപ്പോൾ ഇന്ത്യയിൽ കുറേ ട്രെൻഡിങ് ആയിട്ട് തുടങ്ങി. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ പാറ്റേണിലാണ് ഇൻറ്റീരിയറിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് വരാം. ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു എലമെൻറ്റ് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അതിനകത്ത് ആംബിയൻ ലൈറ്റിംഗ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സീറ്റ് വെന്റിലേഷൻ്റെ കൺട്രോൾ ഇതാ ഇവിടെയാട്ടോ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ മെമ്മറി ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വെൽക്കം ഫംഗ്ഷൻസും ഉണ്ട് കേട്ടോ സീറ്റിന്, അതായത് സീറ്റ് ബാക്കിലേക്ക് പോകുന്ന പരിപാടി. ഇനി ഈ ബട്ടൺസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ലെതറാണ്, ഇതും ലെതറാണ്. ദാറ്റ്സ് നൈസ്. ഈ ഭാഗമൊക്കെ ലെതറാണ്. പ്ലാസ്റ്റിക് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കൊടുത്തേക്കുന്നത്. ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. 8 സ്പീക്കർ ബോസ് മ്യൂസിക് സിസ്റ്റം ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ്. ലെതറാണ്, വെന്റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. GT ലൈൻ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഹെഡ് റെസ്റ്റ് നല്ല ഭംഗിയുണ്ട്. കാണുമ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷേ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ അകത്തേക്ക് വരികയാണ്. ഈ സ്റ്റിയറിംഗ് വീല് ഡബിൾ D ഷേപ്പ്ഡ് സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്.
അത് ഡ്യുവൽ പാറ്റേണിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ദാ ഡ്രൈവ് മോഡ്, ട്രാക്ഷൻ മോഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അഡാസിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾ ആസ് യൂഷ്വൽ, കിയ പുതിയ ലെറ്ററിംഗ്. ഇത് ചെളിയാവോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് കേട്ടോ. അതുപോലെ ഇതാ പുതിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. പുതിയതെന്ന് പറയാൻ കാരണം ഇൻ്റർനാഷണൽ മോഡൽ ഇൻസ്പയർ ചെയ്തേക്കുന്നതാണ്. ഇവിടെയാണ് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഭാഗം കൊടുത്തേക്കുന്നത്. അത് അവിടെ ഇങ്ങനെ സ്റ്റാൻഡ് ലോൺ ആയിട്ട് നിൽക്കും. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനത്തെ ആക്ടിവിറ്റികളൊക്കെ ഇതിനകത്തും നമുക്ക് ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 360 ഡിഗ്രി ക്യാമറ വ്യൂ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഇത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. 3 ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല, 2 തന്നെ അവർ നിന്നിട്ടുണ്ട്. പക്ഷേ വേണമെങ്കിൽ 3 എന്ന് പറയാമല്ലോ, ഈ ചെറുതടക്കം അങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഡിജിറ്റൽ മീഡിയ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൻ്റെ കൺട്രോൾ ഫിസിക്കൽ ബട്ടൺസ് ആയിട്ടാണ് അതും കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സി ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ കാണാം. 3 സി ടൈപ്പ് ചാർജിങ് പോർട്ടുകളുണ്ട്. അതിലൊന്ന് മൾട്ടിമീഡിയ പോർട്ടായിട്ടും ആക്ട് ചെയ്യും എന്നുള്ളതാണ്. വയർലെസ് ചാർജിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു റബ്ബർ എലമെൻറ്റിനകത്താണ് കൊടുത്തേക്കുന്നത്. ട്രാൻസ്മിഷൻ ഇവിടെ കാണാം, മാനുവൽ ഓട്ടോമാറ്റിക് അതൊക്കെ അവൈലബിൾ ആണ്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ്. 360 ഡിഗ്രി ക്യാമറ, ഓട്ടോ ഹോൾഡ്, 360 അങ്ങനത്തെ കാര്യങ്ങൾ കാണാം. ഈ സാധനം ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ കപ്പ് ഹോൾഡർ വരും. കീ ഇതാണ്, നമ്മൾ കണ്ടിട്ടുള്ള നോർമൽ കീൻ്റെ തന്നെയാണ്. ഡാഷ്ബോർഡൊക്കെ കുറച്ചും കൂടി ഒരു ക്വാളിറ്റി അപ്ഗ്രേഡേഷൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ട ഒരു എലമെൻറ്റും ആംബിയൻ ലൈറ്റിങ്ങും ഒക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാം. ഗ്ലോ ബോക്സ്, ടെമ്പറേച്ചർ ഇപ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ബിൽഡിങ്ങിനുള്ളിലാണ്, അതുകൊണ്ടാണ് പുറത്തുനിന്ന് നമുക്ക് ഡ്രൈവിൻ്റെ സമയത്ത് ടെസ്റ്റ് ചെയ്യാം. ഒരു പാനറമിക് സൺറൂഫും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്പണബിൾ പാനറമിക് സൺറൂഫാണ്. സൺ ഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കിതാ മിററും കാണാം, റിയർ വ്യൂ മിറർ. ഷെയ്ഡ്സ് വിത്തൗട്ട് മിററാണ് വന്നിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം, ഇതിനകത്തൊരു ഡാഷ് ക്യാമറയും കൂടി ഇവർ കൊണ്ടുവന്നത്. അത് ഇവിടെ മാത്രമല്ല, ബാക്കിലും നമുക്ക് ഡാഷ് ക്യാമറ അവൈലബിൾ ആണ്. അവിടെ നോക്കി, അങ്ങനെ ഡാഷ് ക്യാമറ ഫെസിലിറ്റിയും ഇതിനകത്ത് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രീമിയം ഇൻറ്റീരിയർ എന്നുള്ള രൂപത്തിൽ ഇതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. തൈ സപ്പോർട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഹെഡ് റൂമും നല്ലതാണ്. നമുക്കൊരു 4 വിരലിൻ്റെ ഗ്യാപ്പ് ഹെഡ് റൂമുണ്ട്. നല്ല ഷോൾഡർ റൂമും ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ആ കാര്യത്തിലൊക്കെ ഞാൻ ഹാപ്പിയാണ്. ഇനി നമ്മൾ റിയർ സീറ്റിലേക്ക് വരികയാണ്. റിയർ സീറ്റിലേക്ക് വരുന്ന സമയത്ത് 80 മില്ലിമീറ്റർ വീൽ ബേസിൽ വന്നിട്ടുള്ള ആ ഒരു അധികം ഇവിടെ വരുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇവിടെ നമുക്കൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എല്ലാ വാഹനത്തിനകത്തും കോമൺ ആയൊരു ഫീച്ചറായി. പണ്ട് നമ്മൾ മെഴ്സഡീസിലൊക്കെ ലക്ഷറി ഫീച്ചറായി പറഞ്ഞിരുന്ന സാധനമാണ് ഈ സൺ സാധനം. പിന്നെ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചണ്ഡീഗറിൽ പോയ സമയത്ത് അവിടെ ഇത് ഉപയോഗിക്കൽ ഫൈനാണെന്ന് എൻ്റെ ഡ്രൈവർ പറഞ്ഞു. എനിക്കറിയില്ല, കേരളത്തിൽ എന്തായാലും ഇപ്പോൾ ഇത് നിലവിൽ ഫൈനായിട്ടില്ല, ഇനി വരുമെന്ന് അറിയില്ല. ഇവിടുത്തെ മ്യൂസിക് സിസ്റ്റത്തിനകത്ത് ബാഡ്ജിങ് മിസ്സായിട്ടുണ്ട്. ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം. സീറ്റ് ലെതർ തന്നെയാണ്, ഡ്യുവൽ ടോണിൽ വന്നിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് വിത്ത് അൺറസ്റ്റ്, ശരിക്കും അൺറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ, ഓക്കെ, അത് വന്നിട്ടുണ്ട്. റിയർ AC വെൻറ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ബാക്കിലാട്ടോ, നല്ല ബാക്കിലാണ്. ഇവിടെ സി ടൈപ്പ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, 2 കൊടുത്തിട്ടുണ്ട്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെഗ് റൂം ഇല്ലേ, ഇവിടെ ഇരുന്ന് കാണിക്കാം ഞാൻ. ഒരു 5 വിരലിൻ്റെ ലെഗ് റൂം ഗ്യാപ്പ് ശരിക്കും നമുക്കുണ്ട്. ഇനി ഹെഡ് റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിലും നമുക്ക് ഏറെക്കുറെ 5 വിരലിൻ്റെ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ്. സോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല ലെഗ് റൂം ഉണ്ട്. ഒരു ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം 3 ആൾക്ക് ബാക്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ റിക്ലൈനബിൾ സീറ്റാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ആയിട്ടും ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി തൈ സപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോഴും മോശമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ് എന്നുള്ളതാണ്. ഇത് നോക്കിയാൽ ഇതിൻ്റെ ബാക്ക് ഭാഗം പ്ലാസ്റ്റിക് ആട്ടോ. ആക്ച്വലി ഈ സീറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി പറയാനുള്ളത് എഞ്ചിനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ എഞ്ചിനകത്ത് കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും വന്നിട്ടില്ല. ഇവിടെ ലോക്കാണ്, അകത്തുനിന്ന് കൺട്രോൾ ചെയ്യുന്ന തരത്തിലാണ്. പക്ഷേ ഒരു കാര്യം, ഹൈഡ്രോളിക് സ്ട്രെട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ടർബോ പെട്രോൾ എഞ്ചിൻ, നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, അങ്ങനെ 3 ഓപ്ഷനുകളായിട്ട് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കിനകത്തും മാനുവലിനകത്തും ഒക്കെ അവൈലബിൾ ആണ്. പ്രൈസ് നിലവിൽ അനൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാനും പറ്റില്ല. 115 PS പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, 160 PS പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ. ഇത് ആക്ച്വലി ടർബോ പെട്രോൾ എഞ്ചിനാണ് GT-യിൽ വരുന്നത്. പിന്നെ ഒരു 115 PS പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഡീസൽ എഞ്ചിൻ. അങ്ങനെ 3 എഞ്ചിൻ വകഭേദങ്ങളാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ കിയ സെൽറ്റോസ്. ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ നിങ്ങൾക്ക് കണ്ടപ്പോൾ എന്ത് തോന്നി എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഉടനെ തന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ആ സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ലോഞ്ചിനിടയിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.